Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. 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 Hallelujah. Hallelujah. എൻ്റെ ശബ്ദം ഓഡിയബിൾ ആണല്ലോ. Praise the Lord. 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 Hallelujah. 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 Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. Praise the Lord. 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 Hallelujah. Hallelujah. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 Praise the Lord. 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 Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇന്ന് രാത്രിയിൽ ആരംഭിക്കാം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കരുണാമയനും നിത്യനുമായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല അസായാഹ്ന വേളയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു, വിടുവിച്ചു, ശക്തീകരിച്ചു. കഴിഞ്ഞ പകൽക്കാലവും ആയുസ്സിൻ്റെ ഇന്നിയോളവും ദൈവം ഞങ്ങളെ കരുതുകയും സൂക്ഷിക്കുകയും ചെയ്ത എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രികാലം അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനാദിനിയുടെ ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് പങ്കുചേരുവാൻ ദൈവം തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കൂട്ടായ്മയെ അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രവർത്തനത്തെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാധ്വനിയെ ലോകത്തിൻ്റെ അറ്റത്തോളം അനേകർക്ക് ആശ്വാസത്തിന് കാരണമാക്കി തീർക്കണമേ. കർത്താവെ, അടിനോടുകൂടിയും അങ്ങയുടെ കൃപയിരിക്കുമാറാകണമേ. കേൾവിക്കാരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വിടുതലിനും ആശ്വാസത്തിനും സമാധാനത്തിനും കാരണമാക്കി തീർക്കണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാധ്വനിയുടെ ഓൺലൈൻ മീറ്റിങ്ങുകളിലൂടെയും പ്രാർത്ഥനാധ്വനിയുടെ പ്രാർത്ഥനകളിലൂടെയും മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിലും മഹാദൈവത്തിൻ്റെ കരുണയും കരുതലുമൊക്കെയും ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിന് പുകഴ്ചയാകുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രാർത്ഥനാദിനയുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്കൊന്നിച്ചു കൂടുവാൻ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായി
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 2018-19 കാലയളവിൽ ഇമ്മോർട്ടൽ ലൈഫ് ബൈബിൾ കോളേജ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഗുജറാത്തിലുള്ള ഞങ്ങളുടെ സ്റ്റുഡൻസിന് വേണ്ടി എക്സാം എഴുതുവാനും അവരുടെ പഠനത്തിന് സഹായമായിട്ട് ആയിത്തീരുവാനും പ്രിയ ബഹുമാനപ്പെട്ട ബെൻസൺ ഡാനിയൽ പാസ്റ്റർ ഞങ്ങളെ സഹായിക്കുവാൻ ഇടയായിത്തീർന്നു. കോളേജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് താനും ഞങ്ങളോടൊപ്പം കരം തരുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിനായി ആ കാര്യങ്ങളെ നന്നായി നിർവഹിച്ചെടുക്കുവാനും അദ്ദേഹത്തിന് ദൈവം കൃപ കൊടുത്തു. അന്നു മുതൽ തുടങ്ങിയതായ സ്നേഹബന്ധം ഇന്നുവരെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം അവിടെ ഇടങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഒരുപോലെ കരുതുകയും സൂക്ഷിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഞാനായിരിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ഞാൻ ഒരു ബൈബിൾ കോളേജിൻ്റെ, അതായത് ഇമ്മോർട്ടൽ ലൈഫ് ബൈബിൾ കോളേജ് IATA USA അഫിലിയേഷനിൽ നടക്കുന്ന ആ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ഓൺലൈനിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും തിരുവചനം ക്രമീകൃതമായി പഠിച്ച് അഭ്യസിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഏത് വ്യക്തിക്കും പ്രായഭേദമന്യേ ജാതിഭേദമന്യേ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ഏത് സമയത്തും പഠിക്കുവാൻ ഉതകുന്നതായ രീതിയിലാണ് കോളേജിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഓൺലൈൻ കോഴ്സുകൾ CTH, DTH, BTH, MDiv, MTH, PhD വരെ പഠിച്ചെടുക്കുവാനുള്ളതായ സാവകാശം കോളേജിലുണ്ട്. ഇന്നേക്ക് ഏകദേശം 20ഓളം രാജ്യത്തിലധികമായി ഉള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ദൈവവേലയ്ക്ക് ആയിരിക്കുന്ന അനേകരെ ഇന്ന് ഈ കോളേജിൽ നിന്ന് പഠിച്ച് പുറത്ത് വന്നിട്ടുണ്ട്. കോളേജിൻ്റെ ഹെഡ് ഓഫീസ് കോട്ടയത്താണ്. കോട്ടയം പാമ്പാടി എന്ന സ്ഥലത്താണ്. അയർലൻഡിൽ, യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ അവിടെയും അയർലൻഡിലൊരു ഓഫീസ് തുറന്നിട്ടുണ്ട്. അവിടെ നിന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ ലാംഗ്വേജുകളിൽ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ദൈവം അവസരം കൊടുക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു കരുതലാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ആ കാര്യം അവിടെ നിർത്തിയിട്ട് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം പ്രാർത്ഥനാ ധ്വനി തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഈ മാസത്തെ തീം കരുതുന്ന ദൈവം എന്നാണ്. കരുതുന്ന ദൈവം. സത്യവേദപുസ്തകത്തിൻ്റെ 66 പുസ്തകങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും കരുതുന്ന ദൈവം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കരുതുന്ന ദൈവം നിറഞ്ഞു നിൽക്കുന്നതായ വേദപുസ്തകത്തിൻ്റെ ഓരോ ഭാഗങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും വർദ്ധിക്കുവാനിടയായിത്തീരും. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഈ മാസത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ ദാസന്മാർ അവരവർക്ക് ലഭിച്ചതായ കാഴ്ചപ്പാടുകൾ, അവരവർക്ക് ലഭിച്ചതായ പ്രകാശനം പ്രാർത്ഥനാ ധ്വനിയിലൂടെ അനേകർക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് രാത്രിയിലും ഈ ദൈവത്തിൻ്റെ കരുതലുകൾ നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കുവാനും നമ്മൾ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. ഈ ദൈവം നല്ല ദൈവമാണ്, കരുതുന്ന ദൈവമാണ്. നമ്മളൊന്ന് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം
ലോകത്തിൽ മനുഷ്യന് ആവശ്യമായത് മുഴുവനും കരുതി വച്ചിട്ടാണ് അവനെ ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചത്. അവനൊന്നിനും മുട്ടുണ്ടാകാൻ പാടില്ല. അവനൊന്നിനും ഉണ്ടാകാൻ പാടില്ല എന്ന് കർത്താവ് ചിന്തിച്ച് അവന് വേണ്ടതെല്ലാം കരുതി വെച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അനേക കരുതലുകളെ കാണാം. ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ അബ്രഹാം മോറിയ മലയിൽ ചെന്നപ്പോൾ അവിടെ മകനെ യാഗം കഴിക്കുവാൻ തുടങ്ങിയപ്പോൾ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, അബ്രഹാമേ മകൻ്റെ മേൽ കൈവയ്ക്കരുത്, നീ അനുസരിക്കുന്നവനാണെന്ന് എനിക്ക് മനസ്സിലായി, ആകയാൽ അവന് ഒരു ദോഷവും ചെയ്യണ്ട. അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ കാട്ടിൽ കൊമ്പ് കുരുങ്ങിക്കിടക്കുന്നതായി ഒരു ആട്ടുകൊറ്റനെ കണ്ടു. അതിനെ എടുത്ത് തൻ്റെ മകൻ ഇസ്ഹാക്കിന് പകരം യാഗം കഴിച്ചിട്ട് കടന്നു വരുന്നത് കാണാം. ദൈവത്തിൻ്റെ കരുതൽ അവിടെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കഴിഞ്ഞ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിലോട്ട് ക്രമമായി നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് കടന്നു വരുമ്പോൾ ലക്ഷോപലക്ഷം ജനം കടന്നു വരുന്നവർക്ക് വഴിയിൽ ആഹാരത്തിന് മന്നയും അവർക്ക് കുടിക്കുവാൻ പാറയിൽ നിന്നുള്ള മധുരമുള്ള ജലവും അവർക്ക് പകൽ തണലേകുവാൻ മേഘസ്തംഭമായ യഹോവയാം ദൈവം കൂടെയും രാത്രിയിൽ അവർക്ക് തണുപ്പ് മാറുവാൻ, ചൂട് കൊടുക്കുവാൻ, വെട്ടം നൽകുവാൻ അവർക്ക് രാത്രിയിൽ അഗ്നി തൂണായും എല്ലാം ദൈവം അവരെ കരുതിയതായ കരുതലുകളെ നമുക്ക് കാണാം. അങ്ങനെ പുസ്തകങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവീയ കരുതലുകളെ അനേക ഇടങ്ങളിൽ കാണാൻ കഴിയും. പിതാവായ ദൈവം ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവീയ വഴികളെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ദൈവം എന്താണെന്ന് ഗ്രഹിപ്പിച്ചു കൊടുത്തു. എങ്കിലും അവർ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാതെ മാറിപ്പോയപ്പോൾ ദൈവം ഉയരത്തിൽ നോക്കിയപ്പോൾ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് കണ്ടപ്പോൾ ദൈവം തന്നെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് മാനവജാതിയെ രക്ഷിച്ച് അവൻ്റെ ആത്മാവിനെ രക്ഷിക്കണമെന്നുള്ളതായ ഒരു കരുതൽ ഹൃദയത്തിൽ തോന്നിയിട്ട് ദൈവം എന്ത് ചെയ്തു? മനുഷ്യ അവതാരത്തിൽ ഭൂമിയിൽ വന്ന് കഷ്ടമനുഭവിച്ച് എല്ലാ ക്ലേശങ്ങളും സഹിച്ച് ക്രൂശ് വരെയും കഷ്ടങ്ങൾ സഹിച്ചിട്ട് താൻ സ്വയം യാഗമായി തീർന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി യാഗമായി തീർന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവർക്ക് നിത്യജീവൻ ദൈവം അവകാശമായി വാഗ്ദത്തമായി നൽകി. ഇത് ദൈവത്തിൻ്റെ വലിയൊരു കരുതലാണ്, ആത്മാവിനെ രക്ഷിക്കുക എന്നുള്ളത്. അത് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവായ ദൈവം ഒരു വാഗ്ദത്തം, ഒരു കോൺട്രാക്റ്റ് പോലെ ചെയ്തത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ദൈവത്തെ വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ സേവിക്കുവാൻ പുത്രനിലൂടെ ഒരു വാതിൽ തുറന്നു തന്നിരിക്കയാൽ യേശുക്രിസ്തുവിൽ എല്ലാ മനുഷ്യരും വിശ്വസിച്ച് അവരുടെ ആത്മാക്കൾ രക്ഷപ്പെടണമെന്ന് പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ആഗ്രഹിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ തനിക്കിഷ്ടപ്പെട്ട, തനിക്ക് സുവിശേഷത്തിൻ്റെ ഭാഗവാക്കാകുവാൻ താൻ തിരഞ്ഞെടുത്തതായ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇതിൽ യാക്കോബും യോഹന്നാനും പത്രോസും കർത്താവിൻ്റെ സ്വർഗീയ രൂപവും കണ്ടവരാണ്. മറുരൂപമലയിൽ അവരെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്വം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വാസ്തവമായി പ്രത്യക്ഷമായി കാണിച്ചു കൊടുത്തതായ ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്, ഞങ്ങൾക്ക് വേറൊരാളുടെ അഭിപ്രായം ആവശ്യമില്ല, ഞങ്ങൾ അവൻ്റെ മഹിമ നേരിട്ട് കണ്ടവരാണ്. യോഹന്നാൻ അപ്പോസ്തലനോട് ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, തൻ്റെ ലേഖനത്തിൽ പറയുകയാണ്, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും
ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് എന്നാണ് പറയുന്നത്. അവർ മഹിമ കണ്ട സാക്ഷികളാണ്. ആ പത്രോസ് നമ്മളോട് പറയുകയാണ്, അതുകൊണ്ട് ദൈവം നമ്മൾക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താകുലവും ദൈവത്തിന്മേൽ ഇട്ടുകൊള്ളുവീൻ, അവൻ നമ്മെ പുലർത്തും. നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിന്മേൽ ഇട്ടുകൊള്ളുവീൻ, അവൻ നമുക്കായി കരുതുന്നതാകയാൽ നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കരുതുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം കണ്ട ആള്, തൊട്ടാള്, അനുഭവിച്ചറിഞ്ഞ ആൾ പറയുകയാണ്, നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ ആകുലങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ എല്ലാം ദൈവത്തിന്മേൽ ഇട്ടുകൊള്ളുക, ദൈവം നമുക്ക് വേണ്ടി കരുതും. ഉറപ്പ് തരികയാണ്, വാഗ്ദത്തം തരികയാണ്. ദൈവം മനുഷ്യനോട് ചെയ്ത കോൺട്രാക്റ്റിലും അതുതന്നെയാണ് പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കോണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു, അതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ചു നിങ്ങളുടെ ആത്മാക്കൾക്ക് രക്ഷയുണ്ടാകും. ദൈവം കരുതി വെച്ചിരിക്കുകയാണ്. ഒരു കരുതൽ അവിടെ ദൈവം കൊടുത്തിരിക്കുകയാണ്. എവിടെയെല്ലാമാണ് ദൈവത്തിൻ്റെ കരുതലുകളുള്ളത്. ചില വചനങ്ങളെ ഞാനൊന്ന് തൊട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ആ വചനങ്ങളെ നോക്കുമ്പോൾ, ഞാൻ നിന്നെ കരുതിക്കൊള്ളാമെന്ന് കർത്താവ് പറയുന്നു. നീ വിശ്വസിച്ചാൽ മാത്രം മതി. എങ്ങനെയെല്ലാമാണ് ദൈവം കരുതുന്നത്, എന്താണ് കരുതി വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ചില വചനങ്ങളെ ഒന്ന് തൊട്ട് നോക്കാം. അതിലൂടെ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ നമുക്ക് ദൈവിക വെളിച്ചമുണ്ടാകുകയും നമ്മളെ കരുതുന്ന ദൈവത്തെ അതിലൂടെ കാണാൻ കഴിയുകയും ചെയ്യും. സങ്കീർത്തനം 55-ന്റെ 22 വാക്യത്തിൽ പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, യഹോവ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ യഹോവ ഒരു നാളും സമ്മതിക്കുകയില്ല. അതിനകത്തുള്ളൊരു കരുതലുണ്ട്, ദൈവത്തിൻ്റെ ഒരു കരുതലാണ്. നിന്റെ ഭാരം ചുമക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കാര്യം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. സങ്കീർത്തനം 55-ന്റെ 22 ദൈവം കരുതി വെച്ചിരിക്കുകയാണ്. എന്താണ് കരുതി വെച്ചിരിക്കുന്നത്? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, യഹോവ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോവാൻ യഹോവ ഒരു നാളും സമ്മതിക്കത്തില്ല. എന്തെല്ലാം ഭാരങ്ങളാണ് മനുഷ്യൻ ചുമക്കൊണ്ട് നടക്കുന്നത്. നമ്മൾ എന്തെല്ലാം ഭാരങ്ങൾ ചുമക്കൊണ്ട് നടക്കുന്നു. പ്രാർത്ഥന ധ്വനി ഈ ഭാരങ്ങളെ, ആ ഭാരം വഹിക്കുന്നവരുടെ ഭാരങ്ങൾക്ക് കൈത്താങ്ങൽ കൊടുത്തവരുടെ ഭാരം കുറയ്ക്കുവാനുള്ളൊരു മാധ്യമമാണ്. പ്രാർത്ഥനാധ്വനി ദൈവം കരുതിയതായ ഒരു കരുതലാണ്. പ്രാർത്ഥനാധ്വനി എന്ന ഒരു മീഡിയയിലൂടെ അനേകായിരം ജനമാണ് ആശ്വാസം അനുഭവിക്കുന്നത്. ദൈവം കരുതി വെച്ച കരുതൽ എന്താണ്? ഒരാൾ ഭാരം അനുഭവിക്കുന്നത് കാണുമ്പോൾ, ചില കടബാധ്യതകളിൽ, ശാരീരിക ഭാരങ്ങളിൽ, രോഗങ്ങളിൽ, ദുരിതങ്ങളിൽ, കഷ്ടങ്ങളിൽ അവർ കഷ്ടം അനുഭവിക്കുമ്പോൾ പ്രാർത്ഥനാധ്വനി ഗ്രൂപ്പുകളിൽ പ്രാർത്ഥനാ വിഷയമിടുമ്പോൾ മരിക്കാൻ പോകുന്ന ആൾ ജീവൻ പ്രാപിക്കുന്നു. മരണക്കിടക്കയിൽ മരണത്തോട് മല്ലടിക്കുന്ന ജനം അതിൽ ജീവൻ പ്രാപിക്കുന്നു. ദൈവം കരുതി വെച്ചതായ ഒരു മാധ്യമമാണ് ഈ പ്രാർത്ഥനാധ്വനി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും അവരുടെ പ്രയാസം പെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തോട് പറഞ്ഞിട്ട് അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ, എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിയണമെന്നില്ല. അതിൽ കുറേ പേരെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കാൻ എപ്പോഴും ജാഗരിച്ചിരിക്കുകയാണ്. രാവും പകലും ഭേദമന്യേ 24 മണിക്കൂർ 24/7 ഇരിക്കുകയാണ്. പ്രാർത്ഥനാധ്വനി ദൈവം കരുതിയ ഒരു കരുതലാണ്. ഞാൻ ആ പ്രാർത്ഥനാധ്വനിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെയും വിഷയം, എനിക്ക് ഭാരം ഏറിയ പല വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ ഞാൻ എൻ്റെ വിഷയം അതിലിട്ടു. ദൈവജനം ഒന്നിച്ച് അവിടെവിടങ്ങളായിരുന്ന് ഐകമത്യപ്പെട്ടുകൊണ്ട് ദൈവത്തോട് മധ്യസ്ഥത അണച്ചു. എനിക്ക് ദൈവം, ഞാൻ ഏത് വിഷയം വെച്ചോ ആ വിഷയത്തിന്മേൽ വിടുതൽ തരുവാൻ തക്കൊണ്ട് ദൈവം ഇടയാക്കി തീർത്തു. ഞാൻ അനുഭവസ്ഥനാണ്, ഞാൻ സാക്ഷിയാണ്. ഇങ്ങനെയാണ് ദൈവം കരുതുന്നത്. അനേകർ ആത്മഹത്യയിലേക്ക് പോകാൻ നിന്നവരെ, അവരുടെ ഭാരങ്ങൾ ദൈവദാസന്മാരോട് പറഞ്ഞു. അവരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, അവരെ രക്ഷിച്ചു. ദൈവം കരുതി വെച്ചിരിക്കുക. അവരുടെ ജീവനെയാണ് ദൈവം സൂക്ഷിച്ചത്, കരുതിയത്. ദൈവത്തിലൂടെയുള്ള കരുതൽ, ഇതാണ് ദൈവം കരുതുന്നത്, ദൈവീയ കരുതലുകൾ. ഫിലിപ്പിയർ 4:6 പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്.
എല്ലാറ്റിലും പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോട് അറിയിച്ചാൽ ദൈവം നമ്മൾ വിചാരപ്പെടുന്ന വിഷയത്തിന്മേൽ മറുപടി തരും. അതുകൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിച്ചാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ദൈവം ആ കരുതൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതിൻ്റെ ആശയം. അങ്ങനെ സ്തോത്രത്തോട് അറിയിച്ചാൽ ഒരു കാര്യം പെട്ടെന്നുണ്ടാകുന്ന എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. മനുഷ്യൻ തരുന്ന പോലെയല്ല, ദൈവം വലിയ സമാധാനം തരും. സമാധാനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരാവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, സമാധാനം എങ്ങനെ ഉണ്ടാകുന്നത്? ആ ആവശ്യം നിറവേറുമ്പോഴാണ് ആ സമാധാനം ഉണ്ടാകുന്നത്. സമാധാനം ഉണ്ടാകത്തക്കവണ്ണം ദൈവം ആ ആവശ്യത്തെ നിറവേറ്റി തരും. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ കരുതൽ. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിച്ചാൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. പൗലോസ് അപ്പോസ്തലൻ വെറുതെ പറയുന്നൊന്നുമല്ല. എങ്ങനെയാണ് ദൈവം കരുതുന്നതെന്ന് ദൈവം പറയുന്നുണ്ട്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിലൂടെ പൂർണ്ണമായി തീർത്തരും. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം ക്രിസ്തുയേശുവിലൂടെ പൂർണ്ണമായി തീർത്തു തരും. അനുഭവിച്ചും കണ്ടും കേട്ടുമുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ആകുലങ്ങളെല്ലാം ദൈവത്തിന്മേൽ വയ്ക്കുക. ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ സാമ്പത്തികം, അത് കരുണയുടെ ധനമുണ്ട്, ഫിനാൻഷ്യലുണ്ട്, വെൽത്തും ഹെൽത്തും എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം പൂർത്തീകരിച്ച് തരുവാനിടയായിത്തീരും. പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ ദൈവത്തിൻ്റെ ധനവും ജ്ഞാനവും അറിവും ഒക്കെ കണ്ടിട്ട് ഒരിക്കൽ റോമർ 11:33 നമ്മളോട് വിളിച്ചു പറയുകയാണ്, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, എനിക്കത് കണ്ടിട്ട് നിൽക്കാൻ വയ്യ. അതുപോലുള്ള നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് പ്രകാശിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ ധനം. പറയുകയാണ്, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. ദൈവത്തിൻ്റെ ധനം എന്തുവാണ്? നമ്മൾ 24-ാം സങ്കീർത്തനത്തിൽ 1-2 വചനം വായിക്കുമ്പോൾ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും നമ്മുടെ ദൈവത്തിനുള്ളതാണ്. നമുക്ക് 5 സെൻറ്റ് ഭൂമി, 10 സെൻറ്റ് ഭൂമി, 1 ഏക്കർ, 5 ഏക്കർ, 10 ഏക്കർ, 50 ഏക്കർ ഒക്കെ ഭൂമി ഉണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം സന്തോഷമാണ് സ്വന്തമായിട്ടിതുണ്ടെങ്കിൽ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും ദൈവത്തിനുള്ള. അപ്പം ദൈവം എത്ര സമ്പന്നനാണ്! സ്വർഗം ദൈവത്തിൻ്റെതാണ്. സ്വച്ഛസ്ഫടിക തുല്യമായ സ്വർഗീയമായ ഭവനങ്ങൾ, തങ്കത്തെരുവീതികൾ. ദൈവത്തിൻ്റെ സമ്പന്നത എന്താണ് ദൈവമക്കളെ? സർവസമ്പന്നനാണ്. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം എന്തുവാണ്? നമ്മളോട് തന്നെ പറഞ്ഞിരിക്കുന്ന യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. നിങ്ങൾ യഹോഭക്തിയോട് ജീവിക്കും, നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകും. അപ്പോൾ അത് ദൈവം കരുതി വെച്ചിരിക്കുന്നതാണ്. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം, വിവേകമാകണം. നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഇത് ദൈവം കരുതി വെച്ചിരിക്കുകയാണ്. 111-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നത് യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ദൈവം കരുതി വെച്ചിരിക്കുകയാണ്. യഹോഭക്തിയിൽ നിങ്ങൾ ജീവിക്കുക, അതിനകത്തുള്ളൊരു കരുതലുണ്ട്, നല്ല ജ്ഞാനമുണ്ടാകുക. പിന്നെ ദൈവത്തിൻ്റെ അറിവ്. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ വിളിച്ചു, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്തുവാണ്? ദൈവത്തിൻ്റെ അറിവ് എന്താണ്? ആരംഭത്തെങ്കിൽ തന്നെ അവസാനം അറിയാം. പൂർവ്വകാലത്തിന് മേലാൽ സംഭവിക്കാനുള്ളത് ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പേ അറിയാം അതിൻ്റെ അവസാനം എന്താണെന്നറിയാം. പണ്ട് കാലങ്ങളിലേ അറിയാം മേലാൽ സംഭവിക്കാനുള്ളത് എന്തൊക്കെയാണ്. അതാണ് ദൈവത്തിൻ്റെ അറിവ്. ദൈവത്തിൻ്റെ സമ്പന്നതയെ കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഭക്തന്മാർ പാടി, സ്വർഗപിതാവിൻ്റെ ദിവ്യഭണ്ഡാരത്തെ, സ്വർഗപിതാവിൻ്റെ ദിവ്യഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടുതൻ ജീവിതം ചെയ്യുന്ന ഭക്തരൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ?
ഭക്തന്മാരുടെ വിശ്വാസ ജീവിതം പോലെ ഇത്ര ഭദ്രമായ ജീവിതം വേറെ ഉണ്ടോ എന്ന് ഭക്തന്മാർ അനുഭവിച്ചറിഞ്ഞിട്ട് പാടുകയാണ്. ദൈവം കരുതി വെച്ചിരിക്കുകയാണ് അവിടെ. ദൈവത്തിൻ്റെ കരുതലുകൾ അത്യന്തം അപാരമായവ. ദൈവം നമ്മളെ കരുതും. നമ്മളായിരിക്കുന്ന നമ്മൾ കൂടിയിരിക്കുന്നിടങ്ങൾ, നമ്മുടെ ആലയങ്ങൾ, നമ്മുടെ കൂടിവരവുകളെ എല്ലാം ദൈവം സൂക്ഷിക്കും. സെക്രട്ടറി 2:5 പറയുന്നു, ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അവരുടെ നടുവിൽ മഹത്വമായിരിക്കും. ദൈവം തൻ്റെ ജനത്തെ കരുതാൻ വേണ്ടി എന്താ പറയുന്നിരിക്കുന്നത്? ഞാൻ അവരുടെ ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അതിൻ്റെ ചുറ്റും തീ മതിലായിരിക്കും, അവർ കൂടി വരുന്നിടത്ത്. സെക്രട്ടറി 9:8 പറയുന്നത്, ആരും പോക്കുവരത്ത് നടത്താതിരിക്കേണ്ടതിന് ഞാൻ അവർക്ക് ചുറ്റും പട്ടാളമായിരിക്കും. എന്തൊരു കരുതലാണ്, എന്തൊരു കരുതലാണ്. ദൈവം കരുതുന്ന കരുതലുകൾ അത്ഭുതവും അതിശയകരമായ കരുതലുകളാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ മനുഷ്യനെ സൃഷ്ടിക്കും മുമ്പേ ദൈവം സകലം സൃഷ്ടിച്ചു വെച്ചിട്ടാണ് അവനെ സൃഷ്ടിച്ചത്. അവനൊന്നിനും കുറവുണ്ടാകരുത്. കരുതുക. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്നത് പറയാം, അല്പസമയം കഴിയുമ്പോൾ തീരും. പക്ഷേ ഇത് തീരാത്ത കരുതലാണ്, ഒരിക്കലും തീർന്നു പോകാത്ത കരുതലുകൾ. അവൻ്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. സരഭത്തിലെ വിധവയുടെ കലത്തിലോട്ട് നോക്കിക്ക്, ഒരുപടി മാവും കണ്ടിരുന്ന ആളിൻ്റെ വീട്ടിൽ കരുതിയ കരുതൽ എന്തോ കരുതലാണ്. അവൾക്കും അവളുടെ മകനും അവളുടെ ബന്ധുക്കാർക്കും ചാർച്ചക്കാർക്കും എല്ലാം ഈ ദേശത്തെ ക്ഷാമം തീരുവോളം അവരുടെ വീട്ടിൽ ഒന്നിനും മുട്ടില്ലായിരുന്നു. ആ വീട്ടിൽ മാത്രമേ ഉള്ള ആഹാരം. ദൈവം കരുതിയതാണ്. എന്താണ് ദൈവത്തിൻ്റെ കരുതൽ? ദൈവജനമേ, നമ്മളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. ദൈവം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ അറിവ് ഭയങ്കരമായ അറിവാണ്. ആ അറിവിനെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല, നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ ബുദ്ധിക്ക് അപ്രമേയമായ കാര്യമാണ് ദൈവത്തിൻ്റെ അറിവ്, ദൈവത്തിൻ്റെ ജ്ഞാനം. ദൈവം പോഷത്വമായ ഒരെണ്ണത്തിനെ തിരഞ്ഞെടുത്തിട്ട് ദൈവത്തിൻ്റെ സർവ്വജ്ഞാനം അവനിലൂടെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവം മഹാദൈവമാണ്. ദൈവത്തിൻ്റെ കരുതൽ എത്ര ശ്രേഷ്ഠമാണ്. അതെ, പ്രാർത്ഥനാധ്വനി ദൈവത്തിൻ്റെ കരുതലാണ്. പ്രാർത്ഥനാധ്വനി ദൈവത്തിൻ്റെ കരുതലാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല. എത്രയോ ആയിരങ്ങളാണ് നമ്മൾ ആ പ്രാർത്ഥനാധ്വനിയുടെ ഗ്രൂപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരുതൽ. ദൈവജനം അവരുടെ വിഷമമേറിയ കാര്യങ്ങൾ ആ പ്രാർത്ഥനാധ്വനിയിലേക്കൊരു പ്രാർത്ഥനാ വിഷയമായി ഇട്ട് കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്ന ജനം അവിടെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ നോക്കി അവരുടെ മേൽ കടാക്ഷിച്ച് ആ പ്രാർത്ഥന വിഷയത്തിൽ വിടുതൽ തരികയാണ്. എത്രയോ അനുഭവങ്ങൾ, എത്രയോ ആയിരക്കണക്കിന് അനുഭവങ്ങൾ. ദൈവത്തിൻ്റെ മഹാപ്രവൃത്തികളെ കാണാൻ നമുക്ക് പിന്നെയും ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ ഇത്രയും നേരം ഒരു മുഖവര പോലെ പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനൊരു കാര്യം പറയാം, ഒരാളെ ചൂണ്ടിക്കാണിക്കാം. ആളിനെ ദൈവം എവിടെയെല്ലാം കരുതി, എങ്ങനെയെല്ലാം കരുതി, എന്തിനു വേണ്ടി കരുതി എന്ന് ഞാൻ ചെറുതായിട്ടും തൊട്ട് കാണിക്കാം. നമുക്കറിയാവുന്ന, ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റാരുമല്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നതായ യോസഫിനെ ദൈവം കരുതിയത് നിസ്സാരമായ രീതിയിലൊന്നുമല്ല. യെശയ്യാവ് 46:10 പറഞ്ഞതുപോലെ ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്തു തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും യഹോവയാൻ ദൈവം പ്രസ്താവിക്കുന്നു. ഇവിടെ യഹോവയാൻ ദൈവം കരുതിയത് എങ്ങനെയെല്ലാമാണ്? യഹോവയാൻ ദൈവം എന്തെല്ലാമാണ് കരുതിയത്? ഒരു യോസഫ് എന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് 17 വയസ്സ് വരെ അവൻ്റെ അപ്പൻ്റെ ഓമനപുത്രനായി, മാതാപിതാക്കൾക്ക് ഓമനക്കുട്ടനായി ജീവിച്ചു. 17-ാം വയസ്സ് മുതൽ 30 വയസ്സ് വരെ താൻ കടന്നുപോയ മേഖലകൾ, ദൈവമക്കളെ, നമുക്കൊന്നും ഒരു പ്രയാസവുമില്ല. താൻ കടന്നുപോയ മേഖലകൾ. പക്ഷെ ദൈവം ഒരു കരുതൽ കരുതി. അവന് വേണ്ടി മാത്രമല്ല, ഒരു കുലത്തിനു വേണ്ടി ദൈവം കരുതി വെച്ചത് അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ്. യോസഫിനെ ഈ 13 വർഷക്കാലം പല ഘട്ടങ്ങളിലൂടെ കടത്തിവിടേണ്ടി വന്നത്. നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന്
മാനസികമായ പ്രയാസങ്ങളിലൂടെ സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകും. എന്നാൽ ഇവിടെ യോസേഫ് കടന്നുപോയ മേഖലകളെ നമുക്ക് നോക്കാം. എത്രയെത്ര മേഖലകളാണ്. 17-ാം വയസ്സിൽ അവൻ താമസിച്ചുകൊണ്ടിരുന്നത് മാതാപിതാക്കളോടൊപ്പം ഹെബ്രോൻ താഴ്വരയിലായിരുന്നു. അവന് സാക്ഷ്യം നിന്നത് എന്തൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളാണ്, ആരൊക്കെയാണ് അവന് സാക്ഷ്യം നിന്നത്? അവനെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി എവിടെയില്ല എന്തെല്ലാമാണ് ദൈവം കരുതിയത്. നാം നോക്കുമ്പോൾ ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അപ്പൻ 17-ാമത്തെ വയസ്സിൽ സഹോദരങ്ങളുടെ ക്ഷേമാന്വേഷണം അന്വേഷിക്കുവാൻ വേണ്ടി, അറിഞ്ഞിട്ട് വരുവാൻ വേണ്ടി അവനെ പ്രാർത്ഥിച്ച് അവിടുന്ന് അയക്കുകയാണ്. പക്ഷേ പ്രാർത്ഥിച്ചവനെ അയക്കുമ്പോൾ ഒരിക്കലും യാക്കോബ് ചിന്തിച്ചില്ല, ഇതൊരു മടങ്ങി വരാത്ത യാത്രയാണ് ഞാനിവനെ അയക്കുന്നത്, യാത്രയിലേക്കാണ്. അവിടുന്ന് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് ശെഖേമിലേക്ക്, ശെഖേമിൽ നിന്ന് ദോദാനിലേക്ക്. ശെഖേമിൽ ചെന്നപ്പോൾ അവിടെ ആരും അറിയാത്ത ഒരു അപരിചിതൻ നിന്നു. അത് കഴിഞ്ഞിട്ട് രൂബേന്, അത് കഴിഞ്ഞിട്ട് യഹൂദ, അത് കഴിഞ്ഞിട്ട് ഇസ്മായേല്യര്, അത് കഴിഞ്ഞിട്ട് പൊത്തിഫേർ കഴിഞ്ഞിട്ട് ഫറവോന്, അതിൻ്റെ ഇടയിൽ ഒരു ഒരു പാനപാത്രവാഹകന്. ഇവരെല്ലാം യോസെഫിൻ്റെ സാക്ഷികളാണ്. പൊത്തിഫേറിൻ്റെ വീട്ടിൽ പൊത്തിഫേറിൻ്റെ ഭാര്യ. ആ ഒരു വിഷയത്തിനെ ഞാൻ ടച്ച് ചെയ്യാൻ പോവുകയാണ്. ദൈവജന പ്രാർത്ഥനയിലൂടെ ആയിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ നമ്മളുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. മാതാപിതാക്കളുടെ ഓമനപുത്രനായ യോസെഫ് എന്തു ചെയ്തു? ചെറുപ്പത്തിൽ 2 സ്വപ്നം കണ്ടു. ദൈവത്തിൻ്റെ കരുതൽ തുടങ്ങാൻ വേണ്ടിയാണ് 2 സ്വപ്നം കണ്ടു. നമുക്കറിയാം അത്. ഒരു സ്വപ്നം 11 കറ്റകൾ അവനെ വണങ്ങുന്നത് കാണുന്നു. ഒരു സ്വപ്നം നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം അവനെ വണങ്ങുന്നത് കണ്ടു. ഇത് സഹോദരങ്ങളോടും മാതാപിതാക്കളോടും ഒക്കെ പറഞ്ഞപ്പോൾ അവനോട് വിദ്വേഷമുണ്ടാകുവാനിടയായി. സത്യം പറയുമ്പോൾ ഇന്നും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സത്യം പറയുന്നത് ശത്രുവാകാനിടയായിത്തീരും. അവൻ സ്വപ്നം കണ്ടു. അവനൊന്നും അറിയത്തില്ല എന്താണ് സംഭവിക്കുന്നത്. അവൻ സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം അത് രാവിലെ ഉണർന്നപ്പോൾ സഹോദരങ്ങളോടും മാതാപിതാക്കളോടും പറഞ്ഞു. അപ്പനവനെ ശാസിച്ചു. എന്താടാ ഞാനെന്തോ നിന്നെ വന്ന് വണങ്ങാൻ പോകുന്നു എന്നൊക്കെ ചോദിച്ച് അവനെ ഒന്ന് വഴക്കൊക്കെ പറഞ്ഞിട്ടങ്ങ് വിട്ടു. എങ്കിലും അത് ഹൃദയത്തിൽ കരുതി. അത് കഴിഞ്ഞിട്ടാണ് 17-ാം വയസ്സിൽ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചങ്ങോട്ട് വിടുന്നത്. മോനെ പോയി ചേട്ടന്മാരുടെ ക്ഷേമാന്വേഷണമൊക്കെ അന്വേഷിച്ചിട്ടു. ദൈവം കരുതുന്ന കരുതലിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ രാത്രി പറയുന്നത്. അവൻ സമ്മതിച്ചു. ഓക്കെ പോകാം അപ്പ എന്ന് പറഞ്ഞു. അവനെ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് വിട്ടു. പക്ഷേ ആ യാത്ര മടങ്ങി വരാത്ത ഒരു യാത്രയായിരുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു ഇസ്രായേൽ ജനത്തെ കരുതുവാൻ വേണ്ടി ദൈവം അവനെ ഒരുക്കിയത്. അവൻ ചെന്നു. ആടിനെ തീറ്റുന്ന എവിടെയാണ്? സാധാരണ ഇവർ പോയി ആടിനെ തീറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അത് ശെഖേം എന്നാണ് അതിൻ്റെ പേര്. ശെഖേമിൽ കയ്യിൽ ഒരു തോളത്തൊരു ബാഗൊക്കെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു ക്യാരി ബാഗൊക്കെയാണ്. ക്യാരി ബാഗൊക്കെ വഹിച്ചുകൊണ്ട് താൻ എന്ത് ചെയ്തു? ആ തോളത്തൊക്കെ ഇട്ടുകൊണ്ട് ഓടി പോവുകയാണ്. നടന്നും ഓടിയും ഒക്കെ ആ ചേട്ടന്മാരെ കണ്ടിട്ട് വിശേഷങ്ങൾ അറിയാൻ അവിടെ ചെന്നപ്പോൾ, ശെഖേമിൽ ചെന്നപ്പോൾ അവിടെ എല്ലാം തപ്പി നടക്കുകയാണ്. ചേട്ടന്മാരെ ആരെയും കാണാനില്ല, ആടുകളെ കാണാനില്ല. അവിടെ ഇങ്ങനെ തപ്പി നടന്നപ്പോൾ ഒരാളെ ദൈവം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, നാട്ടിലൊരു ഒരു കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് എറണാകുളത്ത് വരെ അവർ കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും ആ സ്ഥലത്തെ ഡിസ്ട്രിക്ട് കളക്ടർക്ക് എന്തുമാത്രം ഉത്തരവാദിത്വമാണുള്ളത്. തൻ്റെ ഡിസ്ട്രിക്റ്റ് കയറുമ്പോൾ മുതൽ ആ ഡിസ്ട്രിക്റ്റിൻ്റെ ബൗണ്ടറി കഴിയുന്നത് വരെ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ എറണാകുളത്ത് ചെല്ലുന്നത് വരെ എല്ലാ ഡിസ്ട്രിക്റ്റിലെയും കളക്ടർമാർ ജാഗരൂകരായിരിക്കും. കാര്യം കേന്ദ്രമന്ത്രി പോവുകയാണ്, അവർക്ക് എസ്കോട്ട് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ്. യോസഫ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ശെഖേമിലൊരാളെ പിടിച്ചു നിർത്തി ദൈവം, അവരപരിചിതനെ. അവിടെ ചെന്നിട്ട് അപരിചിതനെ വെറും ഒരു അപരിചിതനല്ല, ന്യൂസ് കൊടുക്കാൻ പ്രാപ്തിയുള്ളവൻ, കൃത്യമായ അറിവ് കൊടുക്കുവാൻ പ്രാപ്തിയുള്ള ഒരുത്തിനെ അവിടെ നിർത്തിയിരിക്കുക. ശെഖേമിൽ ചെന്നിട്ട് ഇങ്ങനെ തപ്പി നടന്നു. ചേട്ടന്മാരെ കാണുന്നില്ല, ആടിനെ കാണുന്നില്ല. അപ്പോഴേക്കും തനിക്ക് പ്രയാസമായി ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ അവിടെ നിന്ന് ആളി ചോദിച്ചു, നീ എന്തോ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്?
നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഓരോ പിള്ളേരൊക്കെ വന്നിട്ട് ഒറ്റയ്ക്കൊക്കെ അപരിചയമില്ലാത്ത ഒരാൾ വന്നു നിന്ന് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, എന്താ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നതെന്ന് ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നത്? ഇല്ല, എൻ്റെ ചേട്ടന്മാരിവിടെ ആടിനെ എത്തിയിട്ടുണ്ടായിരുന്നു, അവരെ ഇപ്പം കാണുന്നില്ല, എങ്ങോട്ട് പോയെന്ന്. ഓ അത് ശരി, അവരെ ദോധാനിലോട്ട് പോവുകയെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ദൈവമക്കളൊന്ന് ചിന്തിച്ചോണം, വെറുതെ ഒരാളല്ല അവിടെ നിന്നതല്ല, ദൈവം നിർത്തിയതാണ്, ദൈവം കരുതിയതാണ്. ദോധാനിൽ പോകുന്നു എന്ന് അവർ തമ്മി പറയുന്നത് കേട്ട ആളിനെയാണ് യോസഫ് വന്നപ്പോൾ, യോസഫ് അവിടെയൊക്കെ ശെഖേമിലോട്ട് വന്നപ്പോൾ അവിടെ നിർത്തിയിരിക്കുകയാണ്, ദൈവം പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഒരാൾ വരുന്നുണ്ട്, അവനോട് വഴി പറഞ്ഞു കൊടുക്കേണ്ടത് നീയാണെന്ന് പറഞ്ഞു. കാര്യം തന്നെ ദൈവം നീണ്ട ഒരു കാലാവധിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതിന് എവിടെയൊക്കെ പോകണം? ഇവർ ശെഖേമിൽ ആടിനെ തീറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിൽക്കാലങ്ങളിൽ തൻ്റെ കുടുംബത്തിനെ പോറ്റാനെ കൊണ്ടൊക്കുന്ന ഒരു പരിപാടിയല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ശെഖേമിൽ നിന്ന് ഇവരെ യോസഫ് ശെഖേമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ ദോധാനിലോട്ട് വിട്ടു. ദോധാനിൽ ചെന്നിട്ട് ദോധാനിൽ ദൂരത്തുനിന്നേ നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടന്മാരെ ആടുകളെയും ദോധാനിൽ കണ്ടു. വളരെ ദൂരമാണ്, കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ദോധാനിലെത്തിയപ്പോൾ ചേട്ടന്മാരെയും ആടുമൊക്കെ ഒത്തിരി കിലോമീറ്ററുകൾക്ക് ദൂരത്തിന് അങ്ങ് നിൽക്കുന്ന കണ്ടു. അവൻ ഉല്ലാസമായി സന്തോഷമായി അവൻ ഓടിപ്പിടിച്ച് എവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ദൂരത്തിൽ നിന്ന് വരുന്ന കണ്ടപ്പം പോതേണ്ടാ നമ്മുടെ സ്വപ്നക്കാരൻ വരുന്നു. ബാക്കി 10 പേരും കൂടെ ഒരു അഭിപ്രായം, നല്ലതിനല്ല. നേരത്തെ സ്വപ്നം പറഞ്ഞത് അപ്പൻ കൂടുതൽ ഇവനെ സ്നേഹിക്കുന്നു എന്നുള്ള അസൂയ ഉണ്ടായിട്ട് ആ ഒരു റിവെഞ്ച് മനസ്സിനകത്ത് കിടക്കുക. സ്വപ്നക്കാരൻ വരുന്നുണ്ട്, അവനെ നമുക്ക് പിടിക്കാം, അവനെ നമുക്ക് ശരിയാക്കാം, അവനെ നമുക്ക് കൊല്ലാം, അവനെ ഇനി വെച്ചോണ്ടിരിക്കണ്ട എന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞു. മൂത്ത ചേട്ടൻ രൂപയും പറഞ്ഞു. ദൈവം ഒരാളെ ഓരോരുത്തരെ ഒരുക്കുകയാണ്, കരുതുകയാണ് ദൈവം. രൂപേനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, വേണ്ടേ, ചെറുക്കനെ നിങ്ങൾ ഉപദ്രവിക്കുകയും ചെയ്യും, നിങ്ങൾ കൊല്ലുകയും ചെയ്യരുത്. അവനെ കൊന്നിട്ട് അവൻ്റെ രക്തം നമ്മൾ ഒഴുക്കിയിട്ട് എന്തോ കാര്യം? അതുകൊണ്ട് അവിടെ ഒരു പൊട്ടക്കുഴിയില്ല, അതിനകത്തിലോട്ട് ഇട്ടേര്. ആ പൊട്ടക്കുഴിക്ക് അതിലോട്ട് ഇട്ടേക്കാനേ. രൂപേൻ്റെ ഹൃദയത്തിനകത്തിൽ വേറെ ചിന്തയാണ്. ഒരു അപ്പൻ്റെ സ്ഥാനത്ത്, ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ്, ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വിചാരിച്ച് അവനെ പൊട്ടക്കുഴി കൊണ്ടിടുന്നുണ്ടെങ്കിൽ മറ്റവന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിൽ ഇവനെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊണ്ട് അപ്പൻ്റെ അടുത്ത് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആ പൊട്ടക്കുഴിയിലോട്ട് ഇട്ടാൽ മതി, അവനെ കൊല്ലണ്ട എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ കൂട്ടനിയന്മാരെല്ലാം കേട്ടു. അടുത്തിങ്ങോട്ട് വരുന്നതിനോട് ചീറ്റപ്പുലി ചാടി വീഴുന്നതിനോട്ട് ജോസഫിൻ്റെ മണ്ടയ്ക്കോട്ട് വീണു. അവന് അമ്മ തയ്ച്ചു കൊടുത്ത ആ നിലയങ്കി ഊരിയെടുത്തിട്ട് അവരെ പിടിച്ച് പൊട്ടക്കുഴിക്കകത്തിലിട്ടു. കുറേ നേരം പൊട്ടക്കുഴിക്കകത്തിലിട്ട് അവൻ്റെ തോളത്തിരുന്ന് സഞ്ചിയൊക്കെ എടുത്ത്, അതെൻ്റെ വിചാരമാണ് പറയുന്നത്, അവൻ്റെ തോളത്തിരുന്ന് സഞ്ചിക്കകത്ത് നിന്ന് അമ്മ വീട്ടിൽ കൊടുത്ത മലരും അവലും എന്ത് പറഞ്ഞാൽ ലഡ്ഡും ഒക്കെ അതിനകത്തിലുണ്ടായിരുന്ന ഫുഡൊക്കെ എടുത്ത് ഇവരിങ്ങനെ കഴിച്ച് മാറിയിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ട് നോക്കിയപ്പോൾ മിദ്യാന്യരായ ഇസ്മായേല്യർ ചന്ദനവും സാമ്പ്രാണിയും സുഗന്ധവർഗ്ഗങ്ങളും ഒക്കെ വിൽക്കാൻ വേണ്ടി അവർ മിസ്രയീമിലേക്ക് ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, ഇവർ തമ്മിൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, യഹൂദ ഇങ്ങോട്ട് വന്നിട്ട്, അടുത്ത ആൾ രൂപേൻ അങ്ങ് മാറി, ഇത് പറഞ്ഞിട്ട് രൂപേൻ അങ്ങേപ്പുറത്ത് പോയി യഹൂദ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കൊല്ലുമൊന്നും വേണ്ട അവനെ, നമുക്ക് ഈ ഇസ്മായിലൊക്കെ അവനെ പിടിച്ച് എടുത്ത് കൊടുത്തേക്കാം, വിൽക്കാമെന്ന് പറഞ്ഞിട്ട് 20 വെള്ളിക്കാശിന് കുഴിക്കകത്ത് നിന്ന് വലിച്ചു കയറ്റി അവരെ കൊടുത്തു. അവർ നേരെ മിസ്രയീമിലോട്ടുള്ള യാത്രയിലായിരുന്നു. അവരവനെ അങ്ങോട്ടൊക്കെ പോയി. കുറച്ച് നേരം കഴിഞ്ഞ് രൂപയും വന്നിട്ട് നോക്കി, കുഴിയിൽ ഇവരെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് എൻ്റെ കുഴിയുടെ അടുത്ത് നോക്കി, എൻ്റെ കുഴി ചെറുക്കനെ കാണുന്നില്ല. അവൻ ഓടി വന്നിട്ട് ചോദിച്ചു, യോസഫ് എന്തി, അവനെ കാണുന്നില്ല എന്നും പറഞ്ഞ് കരയാനൊക്കെ തുടങ്ങി. പക്ഷേ അതിനു മുമ്പ് അവനെ വിറ്റ് കളഞ്ഞിരുന്നു. അവനെ കൊണ്ട് ഇസ്മായേലിൽ പോയി. മിസ്രയീമിൽ ചെന്നിട്ട് ഇവിടെ കൊല്ലാതെ വിട്ടതിന് 2 പേര് ഇവിടെ കാരണക്കാരൻ. വഴിയിൽ ശെഖേമിൽ ഒരു വഴിയാത്രക്കാരൻ, ഒരു അപരിചിതൻ ഇവിടെ നേരെ മിസ്രയീമിൽ അടിമകളെ വിൽക്കുന്ന ചന്തയെ കൊണ്ടുവന്ന് അവനെ വെച്ചിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഫറവോൻ്റെ മന്ത്രി വന്നിട്ട് ആൾക്കാരെ നോക്കി നടന്ന കൂട്ടത്തിൽ നല്ലൊരു കോമളനായ ഒരു പയ്യൻ നിൽക്കുന്ന കണ്ടു. അവൻ്റെ അടുത്ത് ചെന്നു അവന് വില ചോദിച്ചു. ഇവർ 20 വെള്ളിക്കാശിനെ വാങ്ങിച്ചെങ്കിലും അവൻ കുറഞ്ഞൊരു 100-200 വെള്ളിക്കാശെങ്കിലും അവൻ്റെ നിന്ന് വാങ്ങിച്ചു കാണും. മന്ത്രിയാണ്, രാജാവിൻ്റെ പ്രധാനമന്ത്രിയാണ്, കുഴപ്പമൊന്നുമില്ല, എത്ര ഇച്ചിരി കൂടുതൽ വാങ്ങിച്ചാലും കുഴപ്പമില്ല. കച്ചവടത്തിന് പോയില്ല, വാങ്ങിച്ച് പോക്കറ്റിലിട്ടു. യോസഫിനെ പൊത്തിപ്പോറിന് കൊടുത്തു. പിന്നെ പൊത്തിപ്പോറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ വലിയ സുഖമായിരുന്നു.
കുഴപ്പമൊന്നുമില്ല. അവിടെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരനെ അങ്ങ് ഏൽപ്പിച്ചു. നല്ല വിശ്വസ്തനെ കണ്ടിട്ട്, ദൈവഭക്തനാണ്, അവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നെന്ന് ഫറവോന് പൊത്തിഫേറിന് മനസ്സിലായി. അതുകൊണ്ട് എന്ത് ചെയ്തു, അവനെ വീട് മുഴുവനും അങ്ങ് ഏൽപ്പിച്ചു. നീ ഇത് നോക്കിക്കോ, കഴിക്കുന്ന ആഹാരം ഒഴിച്ച് ബാക്കി മുഴുവനും അവനെ അങ്ങ് ഏൽപ്പിച്ചു. നീ ഇത് നോക്കിക്കോ, നീ വിശ്വസ്തനെ, എനിക്കറിയാം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. പക്ഷെ കോമളനായിരുന്നു, സ്വരൂപനായിരുന്നു. അവനെ കണ്ടിട്ട് പൊത്തിഫേറിൻ്റെ ഭാര്യ എന്ത് ചെയ്തു, അവനെ മോഹിച്ചു. പക്ഷെങ്കിൽ അവളുടെ ഇംഗിതത്തിന് ദൈവഭക്തനായ യോസഫ് വഴങ്ങിയില്ല. അവനവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ഉടുപ്പ് വലിച്ചു പിടിച്ചെടുത്തു. അവൻ ഉടുപ്പും കളഞ്ഞിട്ട് ഓടിക്കളഞ്ഞു. പോയി സന്ധ്യയ്ക്ക് തൻ്റെ ഭർത്താവായ പൊത്തിഫേർ വരുന്നവരെ ഈ പൊത്തിഫേറിൻ്റെ വൈഫ് വെയിറ്റ് ചെയ്തു. പറഞ്ഞു, അവൻ എന്നെ അവമാനിക്കാൻ വന്നു, ഒരു എബ്രായനെ കൊണ്ട് നിർത്തിയിരിക്കുക എൻ്റെ വീട്ടിൽ. കാര്യം അവൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ല. അപ്പോൾ അവൾ അവൻ്റെ ശത്രുവായി തീർന്നു. നീതിക്കെതിരെ, സത്യത്തിനെതിരെ എപ്പോഴും ശത്രുവുണ്ട്. അവൻ ദൈവഭക്തനായിരുന്നുകൊണ്ട് ഒരു ദോഷവും ചെയ്യാൻ പോയില്ല. പൊത്തിഫേർ എന്നോട് വിവരം പറഞ്ഞപ്പോൾ പൊത്തിഫേറിന് ദേഷ്യം കയറി. തൻ്റെ ഭാര്യയോട് ഇങ്ങനെ അവൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എളുപ്പം അവനെ പിടിച്ച് ജയിലിലടച്ചു. എന്തെല്ലാമാണ് അവന് സാക്ഷി നിൽക്കുന്നത്. കാര്യം ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അവനെ മിസ്രൈമിൽ കൊണ്ടുപോയി വലിയൊരു സ്ഥാനത്തിരുത്തിയെങ്കിലേ പുറകിൽ വരുന്ന ജനത്തിന് അവർക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്നത് അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തിന്. അതിനുവേണ്ടി ജയിലിൽ പോയി, ജയിലിൽ നിന്ന് അവിടെ ജയിലറിന് അവിടുത്തെ മേധാവിക്ക് അദ്ദേഹത്തിനോട് കരുണ തോന്നി. അവിടെ പിന്നെ രണ്ടുപേര് രാജസ്ഥാനത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന രാജാവിനോടുകൂടി ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ഭൃത്യന്മാർ കുറ്റക്കാരായി അവിടെ വന്നു. അവരും ജോസഫും എല്ലാം കിടക്കുന്ന സെല്ലിൽ വന്നപ്പോൾ അവർ തമ്മിൽ ചർച്ചകളൊക്കെ നടത്തി. ഒരു ദിവസം രണ്ടുപേര് സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെ ഈ രാജഗൃഹത്തിൽ നിന്ന് വന്നതായ രണ്ട് ജോലിക്കാർക്ക് അതുപോലെ തന്നെ സംഭവിച്ചു. അവരെ അവിടുന്ന് ഇറക്കി വിട്ടു. അതിനകത്തിൽ ഒരാൾ വീണ്ടും രാജസന്നിധിയിലേക്ക് ജോലിയിൽ പ്രവേശിച്ചു. രാജാവിൻ്റെ പാനപാത്രവാഹകനായി പിന്നെയും വീണ്ടും ജോലി ലഭിച്ച് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പോകാൻ നേരത്ത് പറഞ്ഞു, സ്വപ്നം ഞാൻ നിങ്ങളോട് വിവരിച്ച് പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ വെറുതെ കിടക്കുക. അവിടുത്തെ രാജാവിനോടൊന്ന് പറഞ്ഞു, എന്നെ കിടന്ന് രക്ഷിക്കാൻ നോക്കണേ എന്ന് പറഞ്ഞൊക്കെ വിട്ടു. പക്ഷേ അദ്ദേഹം മറന്നതല്ല, ദൈവം അവനെ മറപ്പിച്ചു. അവൻ ചെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ രാജാവ് നിരപരാധിയാണോ കിടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അവനെ വിടുവിച്ച് എന്തെങ്കിലും ഒരു വിറക് കൂറാനോ എന്തെങ്കിലും ഒരു ജോലിയെ കൊടുക്കത്തുള്ളായിരുന്നു. അതുകൊണ്ട് പാനപാത്രവാഹകനെ കൊണ്ട് ഈ യോസഫ് പറഞ്ഞു വിട്ട കാര്യം മറന്നു പോകുവാൻ ഇടയാക്കി. അത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർണ്ണത വരാൻ സമയമായപ്പോൾ അവിടുത്തെ രാജാവായ അവിടുത്തെ ഭരണാധികാരിയെ ഫറവോ എന്നാണ് വിളിക്കുന്നത്. ഫറവോ സ്വപ്നം കണ്ടു. എന്താണെന്നറിയത്തില്ല. കതിരെ നിറച്ച് ധാന്യങ്ങൾ, ഉണങ്ങി എല്ലും തോലും തിരിഞ്ഞിരിക്കുന്ന മൃഗങ്ങൾ, ഇതിനെയൊക്കെ കാണിച്ച് ആകപ്പാടെ അദ്ദേഹത്തിന് രാവിലെ എഴുന്നേറ്റ് വ്യാകുലമായി അവിടെ നിന്ന് ആ മന്ത്രവാദികളോടും ആവിചാരകന്മാരോടും ചോദിച്ചു, എന്തുവായി ഈ സ്വപ്നം എന്ന് പറഞ്ഞു തരാൻ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. അവർക്കറിയാൻ വയ്യാതിരുന്നപ്പോൾ രാജാവിൻ്റെ പാനപാത്രവാഹകൻ ഒരു ഓർമ്മ വന്നു. ശരിയാണല്ലോ, അന്ന് ഞങ്ങളെ ജയിലിലിട്ടപ്പോൾ ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ കൃത്യത പറഞ്ഞ ഒരാൾ ജയിലിൽ കിടപ്പുണ്ടല്ലോ. അയ്യോ, എന്നോട് പറഞ്ഞെന്ന് രാജാവിനോട് പറയണമെന്ന്, എന്നിട്ടും അത് പറയാൻ ഒത്തില്ലല്ലോ എന്നുള്ള സങ്കടം നിറഞ്ഞിട്ട് രാജാവിൻ്റെ അടുത്ത് ഓടിച്ചെന്ന്, രാജാവ് ക്ഷമിക്കണമേ, ജയിലിൽ കിടന്ന ഒരു പാവം പിടിച്ച ഒരു മനുഷ്യനുണ്ട്, അയാളെ ഞാനൊരു സ്വപ്നം കണ്ട് എന്നോട് പറഞ്ഞു നിന്നെ രാജാവ് രക്ഷിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. അവൻ സ്വപ്നം വിവേചിക്കാൻ നല്ലൊരു മനുഷ്യനാണ്. രാജാവ് ഉടനെ ആളിനെ വിട്ട് വിളിപ്പിച്ചു. യോസഫിനെ കൊണ്ടുപോയി ജയിലിൽ നിന്നെല്ലാം പുറത്തിറക്കി ക്ഷൗരം ചെയ്യിപ്പിച്ച് കുളിപ്പിച്ച് എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചു. രാജാവ് സ്വപ്നം പറഞ്ഞു. രാജാവിൻ്റെ സ്വപ്നം അദ്ദേഹം നന്നായി വിവരിച്ചു കൊടുത്തു. രാജാവിന് സന്തോഷമായി. വരുന്ന 7 വർഷം വലിയ വിളവിൻ്റെ സമയമാണ്. അന്നേരം എല്ലാം ശേഖരിച്ചു വെച്ചോണം, പാണ്ഡികശാലകൾ വർദ്ധിപ്പിച്ചോണം. അടുത്ത 7 വർഷം കഴിയുമ്പോൾ ക്ഷാമം വരും. ലോകം മുഴുവനും ക്ഷാമം വരുമ്പോൾ ഈ പാണ്ഡികശാലകൾ തുറന്ന് ജനത്തിന് ഭക്ഷിക്കുവാൻ കൊടുക്കുവാൻ നമ്മുടെ ദേശം പട്ടിണിയാകുകയില്ല, പുറം ലോകത്തിനും കൊടുക്കാനുള്ളത് കിട്ടുമെന്ന് പറഞ്ഞു. ദേശം മുഴുവനും അങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. രാജാവിന് വലിയ സന്തോഷമായി. ഇത്രയും കാര്യമായിട്ട് ചിന്തിക്കാനും അറിവുള്ള വേറെ ആരുമില്ല, എന്നാൽ നീ തന്നെ ഇരിക്കട്ടെ പ്രധാനം. ഒറ്റ ദിവസം കണ്ട അവസ്ഥയ്ക്ക് ഭേദം വരുത്തും. യോസേഫ് കഴിഞ്ഞ 17 വയസ്സ് മുതൽ 30 വയസ്സ് വരെ കഷ്ടം അനുഭവിച്ചു വന്നെങ്കിൽ ദൈവം കരുതിയതിൻ്റെ പൂർണ്ണത വന്നപ്പോൾ എന്തു ചെയ്തു? ദൈവം അവനെ ഒറ്റ ദിവസം കൊണ്ട് ജയിലിൽ നിന്ന് വന്ന അന്ന് അദ്ദേഹത്തിനെ ആ രാജ്യത്തിൻ്റെ
രാജാവ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ഥാനാപതിയാക്കി അദ്ദേഹത്തെ ഉയർത്തുവാൻ തക്കനിടയായിത്തീർന്നു. അത് കഴിഞ്ഞ് യോസഫ് പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു. അത് കഴിഞ്ഞപ്പോൾ യോസഫ് എൻ്റെ സഹോദരങ്ങൾ ചില വർഷങ്ങൾക്ക് ശേഷം ദേശത്തെല്ലാം ലോകം മുഴുവനും പട്ടിണി വ്യാപിച്ചപ്പോൾ സഹോദരങ്ങൾ ഇവിടെ വന്നു, യോസഫിനെ തിരിച്ചറിഞ്ഞു. മാതാപിതാക്കളെ സഹോദരങ്ങളെ എല്ലാം മിസ്രൈമിലേക്ക് കൊണ്ടുവന്നു, അവിടെ പാർപ്പിച്ച് 430 വർഷം പോറ്റുവാനിടയായിത്തീർന്നു. അതാണ് ദൈവത്തിൻ്റെ കരുതൽ. അതിനിടയിൽ ചില കഷ്ടങ്ങളിലൂടെ പോകേണ്ട ചിലരുണ്ട്. ചിലരുടെ ജീവിതം സാക്രിഫൈസായി പോകും, ചിലർ അനേക കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു. പക്ഷേ അതിൻ്റെ ഒടുവ് അങ്ങനല്ല. ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പ്രവൃത്തിയാണ് ദൈവം കരുതുന്ന കരുതൽ. 30 ലക്ഷത്തോളം ജനമാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവിടുന്ന് കനാൻ ദേശത്തേക്ക് മടങ്ങി വന്നപ്പോൾ പുറപ്പെട്ടത്. ഈ 30 ലക്ഷം പേരെ 430 വർഷക്കാലം പരിപാലിക്കാൻ വേണ്ടിയായിരുന്നു ദൈവം യോസഫിനെ ഈ കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടത്തിവിട്ടത്. ഇന്ന് പ്രയാസവും കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവജനമേ, നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇതിൻ്റെ പിമ്പിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി തികയ്ക്കുവാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഏതെങ്കിലും പ്രയാസത്തിലിരിക്കുന്നവരുണ്ടെങ്കിൽ സന്ദേശം കേൾക്കുമ്പോൾ ചിന്തിച്ചോളാം, ദൈവത്തിന് ഇതിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ഭാരമോ പ്രയാസമോ ദൈവത്തിന്മേൽ വെച്ചുകൊള്ളുക. യഹോവ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോവാൻ യഹോവ ഒരു നാൾ സമ്മതിക്കുകയില്ല. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ദൈവസ്ഥനിൽ വിശ്വസ്തത പാലിച്ച് മാത്രം നിന്നാൽ മതി. ഇങ്ങനെ കരുതുന്ന ദൈവത്തെ പ്രാർത്ഥനാധ്വനിയിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ അനേക ദൈവദാസന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേട്ടു എങ്ങനെയൊക്കെയാണ് ദൈവം കരുതുന്നത്. ഈ കരുതുന്ന ദൈവത്തിൽ പ്രത്യാശ ഉറപ്പിച്ച് ജീവിതയാത്ര ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ച് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവഭൃത്തിനോടും പ്രാർത്ഥനാദിനൂടെ എല്ലാ ഭാരവാഹികളോടും ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് 1-2 വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനുണ്ട്. ആ പ്രാർത്ഥനാ വിഷയം